إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും നാം വിജയിക്കുവാനും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ശുദ്ധീകരിക്കപ്പെടുവാനും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്നത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഖൽബിനെ നന്നാക്കിയെടുക്കുക എന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വിജയിച്ചു. അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി, അഥവാ ആ വ്യക്തി പരാജയപ്പെട്ടു. അല അറിയുക, വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. അപ്പോൾ ഹൃദയത്തിൻ്റെ നന്മയാണ് നമ്മുടെ വിജയം, ഹൃദയത്തിൻ്റെ തിന്മയാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ എപ്പോഴും സജീവമാക്കുവാനും നന്മയുള്ളതാക്കി തീർക്കുവാനും അതിൻ്റെ നന്മ നിലനിർത്തുവാനും നാം എന്താണ് ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി നമുക്ക് വേണ്ടത് ഉത്ബോധനങ്ങളെ ഉൾക്കൊള്ളുവാനും കാര്യങ്ങളെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ഹൃദയങ്ങളിൽ മുദ്ര വെക്കപ്പെട്ടു പോയ ആളുകളെ പോലെ ഒരിക്കലും നമ്മൾ ആകുവാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ. ആർക്കാണോ ഹൃദയമുള്ളത് അവർക്ക് ഈ പറയപ്പെട്ടതിലെല്ലാം ഉത്ബോധനമുണ്ട്, ഗുണപാഠമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളും പ്രവാചകന്റെ സന്ദേശങ്ങളും എല്ലാം തന്നെ ഉപകാരപ്പെടുന്നത് ഹൃദയമുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഹൃദയമാണ്? ആലോചിക്കുകയും ചിന്തിക്കുകയും ഉൾക്കൊള്ളാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഹൃദയം. അതുകൊണ്ട് അഹങ്കാരത്തെ, നിഷേധത്തെ എല്ലാം മാറ്റി നിർത്തി വിനയാന്വിതരായി വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ദീനിനെ കുറിച്ച് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിക്കുക. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഭീതിയും ഭയവും ഒരു ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും അത് കേൾക്കലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നടുക്കമുണ്ടാകുന്നു, പേടിയുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലാത്ത, ഭയമില്ലാത്ത ഒരു ഹൃദയത്തിൽ നന്മയില്ല, അത്തരം വ്യക്തികളിലും നന്മയില്ല. അങ്ങനെയുള്ള ഹൃദയത്തിൽ മാത്രമാണ് ഈമാനിൽ വർധനവുണ്ടാകുന്നതും. റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള പേടിയില്ലെങ്കിൽ ഈമാനിൽ കുറവ് സംഭവിക്കും. എത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ അത്രമാത്രം ഈമാനിൽ വർധനവുണ്ടാകും. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയപ്പെടുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മൂന്നാമത്തത്, ആ ഭയം മാത്രമല്ല, മറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിലും മഗ്ഫിറത്തിലും അവൻ്റെ സഹായത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സമാധാനമടയുന്ന ഒരു ഹൃദയവും നമുക്കുണ്ടാകണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് ഹൃദയം സമാധാനമുള്ളതായി തീരുന്നത്. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും അവൻ ഒരിക്കലും തൻ്റെ അടിമകളെ കൈവടിയുകയില്ല എന്നും അവനിലേക്ക് സാമീപ്യം തേടുന്ന ആളുകൾക്ക് അവൻ സംരക്ഷണം നൽകുമെന്നുമുള്ള ഉറച്ച ബോധവും തവക്കുലും, ആ തവക്കുലാണ്, ആ തൗഹീദാണ് ഒരു മനുഷ്യനെ സമാധാനമുള്ള വ്യക്തിയാക്കി തീർക്കുന്നത്. ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നാലാമത്തത്, അള്ളാഹുവിനെയും അവൻ്റെ മതനിയമങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനം നൽകുകയും ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ, ഹൃദയം നന്മയുള്ളതാണെങ്കിൽ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ, മതനിയമങ്ങളെ, ഫർളുകളെ, സുന്നത്തുകളെ, പ്രവാചകന്റെ ചര്യകളെ എല്ലാം ആദരിക്കാനും ബഹുമാനിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കും. എന്നാൽ ഹൃദയത്തിലെ തഖ്വയുടെ കുറവനുസരിച്ച് മതനിയമങ്ങളോട് ആളുകൾക്ക് ബഹുമാനം കുറയുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ, നിയമങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അഞ്ചാമത്തത്, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മുക്തമായ ഒരു ഹൃദയം നമുക്ക് വേണം. എങ്കിലേ പരലോകത്ത് നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സന്താനങ്ങൾ കൊണ്ടോ സ്വത്തുകൊണ്ടോ പരലോകത്ത് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. പരലോകത്ത് ഉപകാരപ്പെടുന്നത് ഖൽബുൻ സലീമാണ്, സുരക്ഷിതമായ ഹൃദയമാണ്. എന്താണ് സുരക്ഷിതമായ ഹൃദയം എന്ന് പറഞ്ഞത്? ശിർക്കില്ല, കുഫറില്ല, നിഫാഖില്ല, ഖുറാഫാത്തില്ല, ബിദ്അത്തില്ല, അസൂയയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത കറകളഞ്ഞ ഈമാൻ നിറഞ്ഞ ഒരു മനസ്സ്, അതാണ് ഖൽബുൻ സലീം. അങ്ങനെ ഒരു ഹൃദയമുണ്ടെങ്കിലേ പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തത്, പരസ്പരം വിശ്വാസികളോട് സ്നേഹവും കാരുണ്യവും വെച്ചു പുലർത്തുന്ന, കെട്ടുറപ്പുള്ള, ഐക്യമുള്ള ഒരു ഹൃദയമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. നബിയേ, അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുള്ളതാക്കുന്നത്. ഭൂമിയിലുള്ള മുഴുവൻ സ്വത്തുക്കളും ചെലവഴിച്ചാലും പരസ്പരം ഇണങ്ങുന്നവരാക്കി മനുഷ്യരെ മാറ്റാൻ നബിയെ താങ്കൾക്ക് കഴിയില്ല. അല്ലാഹുവാണ് ഹൃദയത്തിൽ ഐക്യമുണ്ടാക്കുന്നത്, സ്നേഹമുണ്ടാക്കുന്നത്. അങ്ങനെ വിശ്വാസികളുമായി ഐക്യപ്പെട്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ധാരണയോടുകൂടി ഐക്യപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹാബുൽ ജന്നത്തി സലാസ, 3 വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ് എന്നാണ്. അത് ദുനിയാവിൽ വെച്ച് തന്നെയുള്ള ഒരു സന്തോഷ വാർത്തയാണത്. 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകളാണ്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദീ ഖുർബാ വ മുസ്ലിമിൻ. റജുലുൻ റഹീമുൻ, കാരുണ്യവാനായ ഒരു വ്യക്തി, കൂടെയുള്ളവരോടും മക്കളോടും മാതാപിതാക്കളോടും സമൂഹത്തോടും ജീവജാലങ്ങളോട് പോലും സ്നേഹം കാണിക്കുന്ന റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബ്, ലോലമായ ഹൃദയം, പരുഷമായ ഹൃദയമല്ല, ലോലമായ ഹൃദയം. ആരോടൊക്കെ? ലികുല്ലി ദീ ഖുർബ, കുടുംബ ബന്ധമുള്ള എല്ലാവരോടും, വ മുസ്ലിമിൻ, സകല മുസ്ലിമീങ്ങളോടും, എല്ലാ മുസ്ലിമീങ്ങളോടും ലോലമായ ഹൃദയം, എല്ലാവരോടും കാരുണ്യം. അങ്ങനെയുള്ളവർ സ്വർഗാവകാശികളാണ്. നമ്മുടെ ഹൃദയത്തെ നാം പരിശീലിപ്പിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് കാരുണ്യമാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. റഊഫുൻ റഹീം, പ്രവാചകന്റെ വിശേഷണമായി ഖുർആനിലുള്ളത് അങ്ങേയറ്റം വാത്സല്യവും കാരുണ്യവുമുള്ള പ്രവാചകൻ എന്നാണ്. അതുകൊണ്ടാണ് പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീക്ക് നരകമാണെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചത്. ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്തിലാണെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചത്. ഒട്ടകത്തിന്റെ കയറൊന്ന് പരുഷമായി പിടിച്ചു വലിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ ആ ജീവിയോട് ഒരല്പം കാരുണ്യം കാണിച്ചുകൂടെ എന്ന് ആ പ്രവാചകൻ ചോദിച്ചത്. പച്ചക്കരളുള്ള ഏതൊന്നിനോടും കാരുണ്യം കാണിക്കുന്നത് പുണ്യമാണെന്നും ആ പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. കരുണയാണ് നമ്മുടെ മുഖമുദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കാരുണ്യവും വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയം, അവർ സ്വർഗത്തിന്റെ ആളുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ആ നിലക്ക് കാരുണ്യവും നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ മതനിയമങ്ങളെ ബഹുമാനിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അതോടൊപ്പം സമസൃഷ്ടികളോട് കാരുണ്യത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ അത്തരം ഒരു വ്യക്തി സ്വർഗാവകാശിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ നിലക്ക് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.